എഞ്ചിനീയറിംഗോ ഡിപ്ലോമയോ കഴിഞ്ഞ് ക്യാമ്പസ് ഇന്റർവ്യൂ വഴി ഒരു ജോലിയാണോ അതോ സ്വന്തമായി ഒരു സംരംഭം തുടങ്ങാനാണോ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ ഇതിനെല്ലാം സൗകര്യമൊരുക്കുന്ന SNM-IMT മാലിങ്കരയിൽ അഡ്മിഷൻ നേടും. SNM-IMTയുടെ പ്രത്യേകതകൾ: എഞ്ചിനീയറിംഗ് ഡിപ്ലോമ എന്ന 2 കോഴ്സുകൾ, ഉയർന്ന അക്കാഡമിക് നിലവാരം, പരിചയസമ്പന്നരായ മികച്ച അധ്യാപകർ, ആധുനിക സംവിധാനങ്ങളുള്ള ലാബ് സൗകര്യങ്ങൾ, പഠനം കഴിഞ്ഞിറങ്ങുമ്പോൾ തന്നെ ജോലി എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുവാൻ പ്ലേസ്മെന്റ് സെല്ലുകൾ, സംരംഭകത്വത്തിന് പ്രത്യേക വിഭാഗങ്ങൾ, കായിക താരങ്ങളെ നാഷണൽ തലം വരെ എത്തിച്ച കായിക പരിശീലകർ, മാനുഷിക മൂല്യങ്ങളെ അറിഞ്ഞ് അവരിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കുവാൻ NSS യൂണിറ്റുകൾ, വിദ്യാഭ്യാസ രംഗത്ത് 100 വർഷത്തെ പാരമ്പര്യമുള്ള ശക്തമായ മാനേജ്മെന്റ്, കൂടാതെ സൗജന്യ യാത്രാ സൗകര്യങ്ങളും ഞങ്ങൾ ഒരുക്കുന്നു. വിജയകരമായ ഭാവി ഉറപ്പുവരുത്തുന്നു. വിശദമായ വിവരങ്ങൾക്കായി വിളിക്കൂ. SNM-IMT എഞ്ചിനീയറിംഗ് ആൻഡ് പോളിടെക്നിക് കോളേജ്, മാലിങ്കര. ഓൺലൈൻ ഗെയിം അടിമത്തത്തിൽ സ്കൂൾ ജീവനക്കാരൻ ആത്മഹത്യ ചെയ്തു. ഓൺലൈൻ ഗെയിമിന് അടിമയായ സ്കൂൾ ജീവനക്കാരനായ മലപ്പുറം സ്വദേശിയെ ഫ്ളാറ്റിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. പത്തനാപുരം മൗണ്ട് ടാബോർ സ്കൂളിലെ പ്യൂൺ മലപ്പുറം മുതുകുളം ഈട്ടിക്കൽ ഹൗസിൽ 27 വയസ്സുള്ള ടോണി കെ തോമസിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പതിവായി രാവിലെ ടോണി എത്തിയാണ് സ്കൂൾ തുറന്നിരുന്നത്. എന്നാൽ ചൊവ്വാഴ്ച രാവിലെ സമയം കഴിഞ്ഞിട്ടും സ്കൂളിന്റെ പ്രധാന കവാടം അടച്ചിരിക്കുന്നത് കണ്ട് മറ്റു ജീവനക്കാർ ടോണിയെ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു. എന്നാൽ ടോണി ഫോൺ എടുത്തില്ല. ഇതേ തുടർന്ന് സഹപ്രവർത്തകർ ടോണി താമസിക്കുന്ന ടൗണിലെ ഫ്ളാറ്റിലെത്തി നോക്കിയപ്പോൾ റൂം അകത്തു നിന്ന് പൂട്ടിയിരിക്കുന്നതാണ് കണ്ടത്. പിന്നീട് ഫ്ളാറ്റ് ഉടമയിൽ നിന്നും മറ്റൊരു താക്കോൽ വാങ്ങി റൂം തുറന്നപ്പോഴാണ് ടോണി മുറിയിൽ തൂങ്ങി നിൽക്കുന്നത് കാണുന്നത്. 2 വർഷമായി ടോണി ഓൺലൈൻ ഗെയിമിന് അടിമയാണെന്ന് ബന്ധുക്കൾ പറയുന്നു. 6 മാസം മുൻപ് വീട്ടുകാർ ഇടപെട്ട് ടോണിക്ക് കൗൺസിലിംഗ് നൽകിയിരുന്നു. ഓൺലൈൻ ഗെയിം കളിക്കാതിരിക്കാൻ ടോണി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആൻഡ്രോയിഡ് ഫോൺ വീട്ടുകാർ വാങ്ങിവെച്ച് ചെറിയ ഫോൺ നൽകിയാണ് കഴിഞ്ഞ തവണ വീട്ടിൽ നിന്നും ടോണിയെ മടക്കി അയച്ചത്. സർവീസ് ഇരിക്കുവാണ് മരിച്ചത്. അത് കഴിഞ്ഞ ശേഷം പുള്ളി മരിച്ചിട്ട് 3 വർഷമായി. എനിക്ക് അപ്പം മരിച്ചതിന് വർഷങ്ങളായപ്പോഴത്തേക്ക് ഏതൊരു കൂട്ടുകാരൻ പറഞ്ഞു, പൈസ അന്ന് ജോലിയിലേക്ക് സമയമായിട്ട് പൈസ ഇല്ലാത്ത പുള്ളി ആരോ കൂട്ടുകാരുണ്ട്, മൊബൈലിൽ ഗെയിമുണ്ട്, പൈസ കളിച്ച കിട്ടുമെന്ന് പറഞ്ഞപ്പം ഇപ്പം ഞങ്ങൾ പേപ്പർ എഴുതിക്കുന്നുണ്ട്. ആദ്യം ഗെയിം കളിച്ചപ്പോൾ 4500 രൂപ കിട്ടിയിരുന്നു. പിന്നെ പുള്ളിയെ ഗെയിമിന് അഡിക്റ്റായി. പിന്നെ വീട്ടുകാരിൽ നിന്നെല്ലാം പൈസ ഒക്കെ മേടിച്ചു. വീട്ടുകാരിൽ നിന്ന് എല്ലാവരെയും പൈസ ഒക്കെ മേടിക്കാൻ തുടങ്ങി. അങ്ങനെ ഇവിടെ സ്കൂളിൽ ജോലിക്ക് കയറുന്ന സമയത്ത് ഇവിടെയുള്ള ടീച്ചർമാരോടൊക്കെ പൈസ ചോദിച്ചു. എല്ലാവരും അറിഞ്ഞു, വീട്ടുകാരറിഞ്ഞ സമയത്ത് വീട്ടിൽ നിന്ന് ഞങ്ങൾ ഇവിടെ നിന്ന് അവൻ്റെ അപ്പൻ്റെ ചേട്ടൻ ഞങ്ങളിവിടെ വന്നു. പുള്ളി അവിടെ കൊണ്ടുപോയി ഞങ്ങൾ കൗൺസിലിംഗ് കൊടുത്തപ്പോൾ എല്ലാം 3 മാസത്തോളം പുള്ളി ലീവിലായിരുന്നു. എന്നാൽ പത്തനാപുരത്ത് എത്തിയ ശേഷം സുഹൃത്തുക്കളിൽ നിന്നും പണം കടം വാങ്ങി ടോണി പുതിയ ഫോൺ വാങ്ങി വീണ്ടും ഗെയിം കളിക്കാൻ ആരംഭിച്ചു. ബന്ധുക്കളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നുമൊക്കെയായി ടോണി പണം കടം വാങ്ങിയാണ് ഓൺലൈൻ ഗെയിമിൽ പങ്കെടുത്തിരുന്നത്. ഓൺലൈൻ ഗെയിമിലൂടെ വലിയ സാമ്പത്തിക ബാധ്യത ടോണിക്കുണ്ടായതായും ബന്ധുക്കൾ പറഞ്ഞു. ഇതിന്റെ മനോവിഷമത്തിലാകാം ജീവനൊടുക്കിയതെന്ന് ബന്ധുക്കൾ വിശ്വസിക്കുന്നു. മൃതദേഹം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. സംഭവവുമായി ബന്ധപ്പെട്ട് പത്തനാപുരം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട.